ആശിക്കേ റെഡിയല്ലേ? റെഡിയല്ലേ? ഇന്ന് നമ്മുടെ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലേക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് താഷ്കന്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ 2 ദിവസം മാത്രമേ ഉള്ളൂ. ഞാനും ആശിക്കും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലും കാര്യങ്ങളും എല്ലാം റെഡിയാക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി നമ്മൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവാം. ഇന്നലെ രാത്രിയായിരുന്നു അവർക്ക് കേരളത്തിൽ നിന്നുള്ള ഫ്ലൈറ്റ്. അവർ 3 സ്ഥലത്തുനിന്നായിട്ടാണ് കയറുന്നത്. കോഴിക്കോട് നിന്ന്, കൊച്ചിയിൽ നിന്ന്, ട്രിവാൻഡ്രത്ത്. ഈ 3 സ്ഥലത്ത് നമ്മൾ ടീമും അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ ഹാഷിലും അനസും ആണുള്ളത്. കൊച്ചിയിൽ നിന്നാണെങ്കിൽ ഫൈസൽ സാറും ഷിംനിയാണുള്ളത്. ട്രിവാൻഡ്രത്ത് നിന്ന് അക്ഷയും ഹർഷാദും ആണുള്ളത്. അതുകൂടാതെ ചില സ്റ്റുഡൻസിന്റെ പേരൻസും വരുന്നുണ്ട്. ഇവരെല്ലാം കൂടി ഒരു വലിയ ടീമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ മുന്നേ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കേരളത്തിൽ 3 സ്ഥലത്തായിട്ട് നമ്മൾ പ്രീ ഡിപ്പാച്ചർ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോഴിക്കോടും, കൊച്ചിയിലും, ട്രിവാൻഡ്രത്തും. ഈ ഒരു പാർട്ടിയിൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ സ്റ്റുഡൻസും അവരുടെ പേരൻസും വന്നിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി പരിപാടിയായിരുന്നു. പേരൻസിന്റെ പാട്ടും സ്റ്റുഡൻസിന്റെ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് ഫുള്ള് കളറായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയിൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവർക്ക് ലോൺലിനെസ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇവിടെ എന്തോ കല്യാണം നടക്കുകയാണ്. കണ്ടില്ല കല്യാണം. ആഷിക്ക് എയർപോർട്ടിലെത്തി. ഓലിവിടെ എത്തിയിട്ടുണ്ട്. വിളിച്ചിരുന്ന് എത്തിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരെന്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ ബാഗേജ് ക്ലൈമിലാണ് ഉള്ളത്. പിന്നെ വിസ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ബാഗേജിലേക്ക് എത്തിയിട്ട് ബാഗേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികളില്ലേ, അപ്പോൾ ഇറങ്ങാൻ സമയം എടുക്കും. അപ്പോൾ അവരതിലാണ് ഉള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിലെത്തി. ഇതാണ് എയർപോർട്ട്, താഷ്കന്ത് എയർപോർട്ട്. കുട്ടികളൊക്കെ നമ്മുടെ സ്റ്റുഡൻസൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തിറങ്ങി. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട്, പേരൻസ് ഉണ്ട്, നമ്മുടെ സ്റ്റാഫ് ഉണ്ട്. ഫുൾ ക്രൂ ആണുള്ളത്. അതായത് എല്ലാവരും ഒന്നിച്ചാണ്. ഇപ്പോൾ വെഹിക്കിൽ നമ്മുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് വരുന്നുണ്ട്, പേരൻസ് അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഷിംനയും ഹാഷിലും അനസും ഫൈസൽ സാറും എല്ലാവരും ഉണ്ട്. സ്റ്റുഡൻസ് ലൈൻ ബൈ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസും ഫുൾ ക്രൂ ഉണ്ട്. ബാക്കിയുള്ള കുട്ടികൾ വെക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ കുട്ടികൾ അമ്മാനെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. വെയിറ്റിംഗ് ഉണ്ടായിരുന്നോ? കുറേ വെയിറ്റിംഗ് ഉണ്ടായിരുന്നോ? വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ. എങ്ങനെയുണ്ട്? എന്തേ നിന്റെ വണ്ടർഫുള്ളൊരു സർക്കാസ് ഉണ്ടല്ലോ. നീ വിചാരിച്ചോ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് പാട്ട് പാടി ഡാൻസ് കളിക്കാൻ? ആരും ബിരിയാണി ഓർഡർ ചെയ്യരുത്. 650 വെറുതെ പോയി ബിരിയാണി വാങ്ങണ്ട. ഫ്ലൈറ്റിലെ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. സാൻഡ്വിച്ചായിരുന്നു നല്ലത്. ഉറങ്ങാണ് ക്ഷീണിച്ചിട്ടേ. വെൽക്കം ടു താഷ്കന്ത്. ശരി, ഓക്കെ, സന്തോഷം. പഴയ പിള്ളേരാ. ഏത് സീനിയേഴ്സിനെ കാണുമെന്ന് പറഞ്ഞാൽ ആശിക്ക് വരികയാണ്. ഇതാണ് സീനിയേഴ്സ്. ഉണ്ടല്ലേ, ജാടൊക്കെ ഉണ്ട് മുഖത്തൊക്കെ. അല്ലേ? അതെ, ജാടൊക്കെ ഉണ്ടാവും. എവിടെ ഒരാൾ കുറവുണ്ടല്ലോ? ഇല്ല. ഷിഫ. ഷിഫ കയറിയില്ല അല്ലേ? നമുക്ക് പോകണ്ടേ? നമുക്ക് പോവാ. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് കുട്ടികളൊക്കെ പിക്ക് ചെയ്ത് കുട്ടികളെല്ലാവരും ഹോസ്റ്റലിലേക്ക് പോയി. അവർ ബസ്സിലാണ് പോയത്. ഞങ്ങളിതാ കാറിൽ ഞാനും അനസുമാണുള്ളത്. അപ്പോൾ അനസ് നമ്മുടെ ബാക്ക് എൻഡിലെ, അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടാവില്ല വീഡിയോയിലൊന്നും, അനസാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ പിന്നിൽ. ഡാൻസാക്കി നമ്മുടെ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 30 ആണ് ഇവരുടെ ക്ലാസ്. 1ാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികളെല്ലാവരും ക്ലാസ്സിലാണുള്ളത്. അനാട്ടമിയാണ് ഇവർക്ക് ഫസ്റ്റത്തെ ക്ലാസ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ? നന്നായിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ തന്നെയാണോ പറയുന്നത്? ഇംഗ്ലീഷ് തന്നെയാണ്, മെല്ലെ മെല്ലെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കട്ടെ, അതിലേക്ക് പുറത്തേക്ക് നോക്കേ.